+1 മോഡൽ എക്സാം പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ആളാണ് നിങ്ങൾ അല്ലേ. എന്തായാലും +1 എൻ്റെ ഡബിൾ പാസ് മാർക്ക് സെറ്റ് ചെയ്തിട്ട് പിന്നെ എൻ്റെ +2 ഒന്നുകൂടി സേഫാക്കി റിലാക്സ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ എത്രയാണ് ഈ പറഞ്ഞ ഡബിൾ പാസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്കറിയാം 48 മാർക്ക് അല്ലേ. ഏതാണ് ഈ 48 മാർക്ക്? എന്തിലാണ് ഈ 48 മാർക്ക്? ഒരു സംശയം ഒരു കുട്ടി ചോദിച്ചു നോക്ക്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സംശയമുണ്ട്. ഇത് +2 പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ചാണ്. അവൻ ഇങ്ങനെയാണ് ചോദിച്ചത്, ഞാൻ സാറേ എനിക്ക് പൊളിറ്റിക്സ് ഫസ്റ്റ് ഇയർ 41 മാർക്ക് ഉണ്ട്, ഫസ്റ്റ് ഇയർ എനിക്ക് 41 മാർക്ക് ഉണ്ട്, എന്നാൽ എൻ്റെ ഉണ്ട് സെക്കൻഡ് ഇയർ 7 മാർക്ക് കൂടി എഴുതി എടുത്താൽ ഞാൻ പാസ്സല്ലേ അവൻ ചോദിച്ചത്. അതായത് സെക്കൻഡ് ഇയറിൽ 7 മാർക്ക് കൂടി ചേർത്തറായി 48 മാർക്കായി ഞാൻ പാസ്സല്ലേ എന്നാണ് അവൻ ചോദിച്ചത്. ശരിയാണ്, അവന് +1 +2 പാടെ അതായത് 200 നമുക്ക് 48 മാർക്ക് മതി വിജയിക്കാൻ 48 മാർക്ക് മതിയോ? 248 പോരടാ. അതായത് നിങ്ങൾ ഈ പറഞ്ഞത് ഈ മാർക്ക് അവൻ്റെ ഈ 41 മാർക്ക് CE മാർക്കായ 20 മാർക്ക് കൂടി ചേർത്തിട്ടാകാൻ പാടില്ല. CE മാർക്കായ 20 മാർക്ക് കൂടി ചേർത്തിട്ടാണ് ഈ 41 മാർക്കെങ്കിൽ അവൻ ഫെയിൽഡ് ആണ്, അവൻ തോൽക്കും. അപ്പോൾ CE മാർക്ക് കൂടാതെ സിയുടെ ഒരു മാർക്ക് പോലും അതിൽ ഉൾപ്പെടാതെ അവൻ ഈ പറഞ്ഞ ഒരു ബേസ് മാർക്ക് അല്ലെങ്കിൽ ആ ഒരു പാസ് മാർക്ക് അവൻ നേടിയിട്ടുണ്ടെങ്കിൽ അവൻ +2 പാസ്സാൻ എത്ര മതി? ഇത് മതി. അതായത് CE മാർക്ക് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് അവൻ്റെ മാർക്ക് എത്ര? ടോട്ടൽ 48 + 20 കൂട്ടിയാൽ 68 മാർക്ക് ടോട്ടൽ മാർക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കുക, ഈ പറയുന്ന മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഡബിൾ പാസ് മാർക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾ എത്ര ആയിരിക്കും? 80 നിങ്ങൾ എത്ര വാങ്ങേണ്ടത്? 80 24 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ +1 പാസ്സായി. ഈ 80 അടുത്ത വർഷം നിങ്ങൾ വീണ്ടും 24 വാങ്ങുന്നു അല്ലേ. ഈ 24 ചേർത്ത് 160 നിങ്ങൾ എത്ര മാർക്ക് വാങ്ങേണ്ടത്? നിങ്ങൾ രണ്ടും കൂടി പാസ്സാവാൻ 48 മാർക്ക്. 160 48, അതായത് നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ CE മാർക്ക് കൂട്ടാതെ 160 മാർക്കിൽ 48 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് നിങ്ങൾ ഡബിൾ പാസ്സായി. അപ്പോൾ ഒരിക്കലും ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ CE മാർക്ക് കൂടി ചേർത്ത മാർക്കാണ്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ ഒരു എഫേർട്ടിനേക്ക് അത് ബാധിക്കും. അപ്പോൾ ഈ രീതിയിൽ CE മാർക്ക് കൂടാതെയാണ് ഈ 48 മാർക്ക് കിട്ടുക. നിങ്ങളുടെയും ഈ പറയുന്ന രീതിയിൽ പരിപാടിയൊക്കെ സെറ്റാണ്. ഇനി വരാനിരിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യം നമ്മുടെ ചാനൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഈ വീഡിയോസൊക്കെ എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് കിട്ടാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേഗം ജോയിൻ ചെയ്തോ. കമ്മ്യൂണിറ്റിയിലായിരിക്കും ഈ വീഡിയോ ആദ്യം നിങ്ങൾക്ക് എത്താം. വരാനിരിക്കുന്ന ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കും ആദ്യം എത്തുക. അപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ആരും ജോയിൻ ചെയ്യാതിരിക്കരുത്. എല്ലാവരും കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നമുക്ക് വരാനിരിക്കുന്ന നമ്മുടെ പിന്നെ +2 അല്ലെങ്കിൽ +1 മോഡൽ എക്സാമിൻ്റെയും പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസും അതുപോലെ ലൈവ് സീരീസും ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ്. സോ നമുക്ക് എജുപോണിൻ്റെ കൂടെ തന്നെ ഇത്തവണത്തെ +1 ഉഷാറാക്കാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ ഇതുപോലുള്ള പല കൺസേൺസോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഒക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തോ. നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ.